നമുക്കറിയാം, ഏതൊരാളുടെയും ടെൻഷൻ അകറ്റുകയും അവൻ്റെ മനസ്സിന് ഒരു കുളിർമ നൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഒരു പൂന്തോട്ടത്തിലേക്ക് കണ്ണു നട്ടിരിക്കുക എന്ന് പറയുന്നത്. ആ പൂന്തോട്ടത്തിൻ്റെ ഭംഗി അതിൻ്റെ ക്രമമായ അടുക്കലുകളാണ്, അതിൻ്റെ വൈവിധ്യങ്ങളാണ്. അതിൻ്റെ നിറത്തിലും അതിൻ്റെ വാസനയിലും വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പൂന്തോട്ടം ഭംഗിയുള്ളതാകുന്നത്. അവിടെ ഇവിടെയായി കുറെ റോസ് പുഷ്പങ്ങളും, കുറെ അപ്പുറത്ത് കുറെ ജമന്തിയും, അപ്പുറത്ത് കുറെ അങ്ങോട്ട് കുറെ മുല്ലപ്പൂവുകളും തുടങ്ങി അങ്ങനെ ക്രമമില്ലാതെ അവിടെയും ഇവിടെയുമായി കുറച്ച് പൂവുകൾ നട്ടതുകൊണ്ട് അത് പൂന്തോട്ടമാവുകയില്ല. മറിച്ച് വ്യക്തമായ ഒരു ക്രമത്തിൽ, വ്യക്തമായ ഒരു സ്ഥലത്ത് അതെല്ലാം ഒരുമിച്ച് കൂടി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കി ആസ്വദിക്കുന്നതിന്റെ ആസ്വാദനം നമുക്ക് ഹൃദയത്തിലേക്ക് കയറുന്നത്. അതേപോലെ ഈ സദസ്സ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. എനിക്ക് പരിചയമുള്ളവരാണ് കൂടുതലും. അതിൽ ഹൈന്ദവനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ജാതിയുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. എല്ലാവരും ഇവിടെ ഒരേ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതാണ് മഹാനായ ഗാന്ധിജി പറഞ്ഞത്, ഇന്ത്യ ലിവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജസ്. ഇന്ത്യ ജീവിക്കുന്നത് ഇന്ത്യയുടെ കുഗ്രാമങ്ങളിലാണ്, പ്രാന്തപ്രദേശങ്ങളിലാണ്. നിങ്ങൾക്ക് ഇന്ത്യ കാണണമെങ്കിൽ ഇന്ത്യയുടെ ടൗണുകളിലും മെഗാസിറ്റികളിലും നടക്കുന്ന ശബ്ദകോലാഹലങ്ങളും ആഘോഷങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാവുകയില്ല. അതല്ല ഇന്ത്യ. കുഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുടെ ഇന്ത്യ. ഒരിക്കലും ഈ ഇഫ്താറിന് വേണ്ടി ഇവിടെ ഒരുങ്ങുമ്പോൾ അതിലെ മുഴുവൻ സാധനങ്ങളും വാങ്ങിയിരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒരു ഹൈന്ദവന്റെ കടയിൽ നിന്നല്ല. അത് ഒരുക്കിയിരിക്കുന്ന പാചകക്കാരോ അതിന്റെ സഹായികളോ മുഴുവനും ഒരു ജാതിക്കാരല്ല, ഒരു മതക്കാരല്ല. ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യയുടെ ഗതകാല ചരിതങ്ങൾ നമ്മോട് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന ആധ്യാത്മിക ഗുരുവായിരുന്നു മമ്പുറത്ത് അസയ്യിദ് അലവി അൽ മുൻഫറമി തങ്ങൾ. അവിടുത്തെ ഏറ്റവും വലിയ സന്തത സഹചാരിയായി, പ്രൈവറ്റ് സെക്രട്ടറിയായി കൂടെ നടത്തിയിരുന്നത് കോന്തു നായർ എന്ന് പറയുന്ന ഹൈന്ദവനെയായിരുന്നു. അതുപോലെ തന്നെ സാമൂതിരി രാജാക്കന്മാർ ഇവിടെ ഇന്ത്യയിൽ വിജയ തേരോട്ടം നടത്തിയപ്പോ അതിന്റെ പടത്തലവനായി ഉണ്ടായിരുന്നത് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന വ്യക്തമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു മുസൽമാനായിരുന്നു. എന്തിനങ്ങോട്ട് പോകണം? 2 ദിവസം മുമ്പ് IPL മുംബൈ ഇന്ത്യൻസിന്റെ കളി നടന്നപ്പോ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഒരു പെരിന്തൽമണ്ണക്കാരൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വലിയ നല്ല ഒരു മാജിക് സ്പെൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചപ്പോൾ അവിടെ ചർച്ചകൾ നടന്നു. വിഘ്നേഷിനെ ആദ്യമായി കാണുകയാണ്. കേരളത്തിന്റെ ടീമിലോ ഇന്ത്യൻ ടീമിലോ ഒരിക്കൽ പോലും കളിച്ചിട്ടില്ലാത്ത ഈ പയ്യൻ ആരെന്ന അന്വേഷണവുമായി വിഘ്നേഷിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്, എന്റെ വിജയത്തിന് പിന്നിൽ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ ഒരു ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്റെ ആദ്യ ചുവട് വെച്ചത് ഷെരീഫ് ചേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് എന്ന. ഷെരീഫ് എന്ന് പറയുന്ന മുസ്ലിമിനെ അദ്ദേഹം ചേട്ടൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. താമസിക്കുന്ന ഹൈന്ദവരെ മുസ്ലിം ഇക്ക എന്ന് വിളിക്കുന്നു, മുസ്ലിമിനെ ചേട്ടൻ എന്ന് വിളിക്കുന്നു. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുടെയും പരസ്പരം ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശങ്ങൾ ഓതിക്കൊണ്ടാണ് നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞുപോയത്. ഇനിയും നാം അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും നാം അങ്ങനെ തന്നെയാണ് എന്നതാണ് ഈ ഒരു വലിയ ജനസാഗരം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് നാനാത്വത്തിൽ ഏകത്വം, പല ജാതികളും പല മതങ്ങളും പല ഭാഷക്കാരും പല ദേശക്കാരും ഉണ്ടായിട്ടും എല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ
ഒന്നായി ഒരുമയായി നിൽക്കുമ്പോൾ അതാണ് ഇന്ത്യ